കൂട്ടുകാരെ നമ്മളിങ്ങനെ കാണുമ്പോഴേ സാധാരണ ഒരു ഡിസ്പ്ലേ നമ്മളിങ്ങനെ ഗെയിം കളിക്കുന്ന വീഡിയോ കാണുന്നു. പക്ഷെ ഇതിന്റെ ഉള്ളില് ഓരോ ടെക്നോളജികൾ നിങ്ങൾ കാണണോട്ടാ. ഇങ്ങനെ പൊളിക്കാണ് ഇതാ കുറെ പേപ്പർ, പ്ലാസ്റ്റിക്, റിഫ്ലക്ടറുകൾ എന്തൊക്കെയാണ് നോക്കിയത്. ഡിസ്പ്ലേ എന്റെ നിങ്ങൾ നോക്കാം കേട്ടാ, എന്തൊക്കെ അടങ്ങിയതാണ് ഒരു ഡിസ്പ്ലേ നിങ്ങൾ നോക്കാം. ഇനി ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് മെയിൻ സാധനം ഇതാണ്. ഈ സംഭവത്തില് ഇത് ടച്ച്, ഇത് ഡിസ്പ്ലേ, ഇത് ബ്രേക്ക് ലൈറ്റ് ആണ്. ബാക്കി കാണുന്നത് ഇതിന്റെ ബ്രേക്ക് ലൈറ്റ്. ഈ ലൈറ്റിലാണ് നമ്മൾ ഡിസ്പ്ലേയിൽ കാണുന്ന വിഷ്വലൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. അത് ഈ കാണുന്ന ലൈറ്റ്. ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് കത്തും. ആ കത്തണതിന്റെ ഇടയിൽ കൂടെ അതിന്റെ ക്രിസ്റ്റലിൽ കൂടെ നമ്മൾ കളറും കാര്യങ്ങളായിട്ട് കാണാം. പിന്നെ ഈ ഒരു ഡിസ്പ്ലേക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ലെയർ കൂടി നമ്മൾ ഊരെടുത്തിട്ട് ഇതിപ്പോൾ ഓണാണെന്ന് വിചാരിക്കുക, നമ്മളിങ്ങനെ വെച്ചിട്ട് ബാക്കിൽ നിന്ന് ഒരു വെട്ടം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രൊജക്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഭിത്തിയിലോട്ട് വരുമ്പോൾ ലെൻസ് വെച്ച് നമ്മൾ ഭിത്തിയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിനിമ തിയേറ്ററിൽ കാണുന്ന പോലത്തെ പ്രൊജക്ടറായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കാം എന്തൊക്കെയാണ് നോക്കുന്നത്. വെറും പ്ലാസ്റ്റിക് ആണ്. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് നമ്മ പറയും ഓരോ ടെക്നോളജിയുടെ ബാക്കിൽ ഓരോ കഴിവുണ്ടെന്നുള്ള നമ്മൾ ചിന്തിക്കുന്നതാണ്. ഒരു ഇരുമ്പിന്റെ ഒരു ഷീറ്റും. ഇതാണ് ഇതിന്റെ മെയിൻ ഡിസ്പ്ലേ. ഈ ഡിസ്പ്ലേയിലോട്ട് വിഷ്വൽ വന്നത് ഈ കാണുന്ന 3-4 പേപ്പറിന്റെ സഹായത്തോടു കൂടിയാണെന്നുള്ളത്. ഇതാണ് ഇതിന്റെ മുകളിൽ ഒരു ടെമ്പർ ഗ്ലാസ് ഡിസ്പ്ലേ. ഇതാണ് മെയിൻ ഡിസ്പ്ലേ, ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറയും. ഇതിന്റെ അകത്ത് നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് LED ബൾബുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. RGB എന്ന് പറയും. ആ LED ബൾബുകൾ ഓരോ ടൈമിൽ പല സമയത്ത് പല ടൈമിൽ ഓൺ ആകുമ്പോഴാണ് അത് ഫോട്ടോ ആയിട്ടും വീഡിയോസ് ആയിട്ടൊക്കെ കാണുന്നത് കേട്ടാ.